എടുക്കാൻ സമ്മതിക്കില്ലല്ലേ. അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് സാധനമാണ് മോനെ. കണ്ടാ ഇങ്ങനെ തന്നെ ഒരുത്തനും കൂടി ഉണ്ട്. രണ്ടാമത്തെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്ഥലത്തേക്കാണ് പോണേ. കല്ലടക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടേക്ക് പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം കല്ലടക്കുളത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കല്ലടക്കുളം. ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാം. അച്ഛനല്ല പൊക്കിയത്. എത്ര ഉണ്ട് നല്ല സൈസ് ഉണ്ടല്ലേ. ഇതിപ്പോൾ നമുക്ക് വരാല് മാത്രമേ കിട്ടണുള്ളൂ അല്ലേ? എന്താണാവോ? ആദ്യം പിടിച്ച് വിട്ടുപോയി, പിന്നെ ദേ രണ്ടാമത് പൊക്കി ഞാൻ പൊക്കി. അതിനെ കൊച്ചാണ് പൊക്കിയത്. ഇന്നത്തെ ഹീറോ റയാൻ. അടുത്തത് ഇന്നെന്താണാവോ? കുറച്ച് ലക്കുകളല്ലേ. കാണിക്കട്ടെ അച്ഛന്മാരതെ. കുളത്ത് ജസ്റ്റ് ഹുക്കായിട്ടുള്ളൂ. ഇത് കണ്ട കറങ്ങുമ്പോൾ കാണാം. അടിപൊളി ഹുക്കായിക്കണ നോക്കി. അടിപൊളിയല്ലേ? അല്ലടാ, നമുക്ക് കല്ലടക്കുളത്തിൽ നിന്ന് കല്ലടനെ വരാലിനൊക്കെ കിട്ടിയതിന് ശേഷമാണ് കല്ലടക്കുളത്തിൽ നിന്ന് കല്ലടനെ കിട്ടുന്നത്. എങ്ങനെയുണ്ട്? ഇത് എത്രാമത്തെയാ? ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇന്ന് കിട്ടിയതാണ് ഈ കാണുന്ന 4 എണ്ണങ്ങൾ. അതിൽ ഒരെണ്ണം റയാൻ പിടിച്ചതാണ്ടോ, പിന്നെ ഒരെണ്ണം നമ്മുടെ യെസ് അതിൻ്റെ അടിയിൽ കാണുന്ന വലുത് റയാൻ പിടിച്ചത്. അപ്പോൾ ഗൈസ് ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ച് പോയി നമുക്ക് കല്ലടക്കുളത്തിൽ നിന്നാണ് കിട്ടിയേ. കല്ലടേനെ ഒരെണ്ണത്തിനെ കിട്ടുള്ളൂ. സാധാരണ ഇവിടെ ഞങ്ങൾ ചൂണ്ടിടാൻ പോയി കഴിഞ്ഞാൽ കല്ലടേനെയാണ് കിട്ടാറ്. പക്ഷെ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് വരാലിനെ പൊക്കി. ഞാൻ മച്ചാൻ വേറെ കല്ലടക്കുളത്തിൽ നിന്ന് അടുത്തവനെ കിട്ടി. മച്ചാമാരതേ രണ്ടാമത്തെ പൊക്കിയതാരാ? നമ്മൾ കല്ലടക്കുളത്തിലാണ് വന്നേക്കുന്നത്. കല്ലടക്കുളത്തിൽ നിന്ന് കല്ലടേനല്ല കിട്ടണേ, വിയറ്റ്നാം വരാലാണ്. ഇത് കണ്ട വിയറ്റ്നാം വരാലിന് കിട്ടി. രണ്ടാമത്തേണത് ദേ ഒരെണ്ണതിനകത്ത് കിടക്കണ്, ഒരുത്തൻ്റെ പുറത്ത് കിടക്കണം. കാടിപ്പുറത്ത്